സോ ഗുഡ് മോർണിംഗ്. നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിന്റെ ക്ലാസ്സിലേക്ക് നമ്മൾ മുന്നോട്ട് പോവാണ്. സോ നമ്മുടെ സിലബസ് പ്രകാരം ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഈ ലെവൽ എക്സാംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളത്. സോ ഏകദേശം 10 മാർക്കിന് ഉള്ള ടോപ്പിക്സ് ആണ് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റുക. ഇതിനകത്ത് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാത്തമാറ്റിക്കൽ അനാലിസിസ് ഉണ്ട്, കുറച്ച് സിമ്പിൾ ട്രാൻസ്ഫോർമേഷൻസ്, ലാപ്ലാസ് ട്രാൻസ്ഫോംസ്, കുറച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, പിന്നെ കുറച്ച് കൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ്. നമ്മുടെ ഈ തന്നിരിക്കുന്ന സിലബസ് പ്രകാരം നമുക്ക് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് ട്രാൻസ്ഫർ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് റെസ്പോൺസസ് ഉണ്ട്, ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, പിന്നെ ഫ്രീക്വൻസിയുടെ ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, അതിന് തന്നെ ട്രാൻസിറ്റ് റെസ്പോൺസ്, സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്, സ്റ്റാറ്റിക് ഇതർ കോൺസ്റ്റൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഗ്രാഫിക്കൽ അനാലിസിസ് ആയ പോളാർ പ്ലോട്ട്, ബോഡി പ്ലോട്ട്, റൂട്ട് ലോക്കസ്, അതിലേക്ക് കൺസെപ്ഷ്യലായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് അത് പഠിക്കുന്നുണ്ട്. സോ നമ്മൾ ഒരുവിധം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ്. സോ നമുക്ക് ഇന്നലെ ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്? ഇൻട്രൊഡക്ഷൻ ടു കൺട്രോൾ സിസ്റ്റം. അപ്പൊ നമുക്ക് എന്താണ് ഇൻട്രൊഡക്ഷൻ ടു കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, എന്താ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാം. വാട്ട് ഈസ് എ സിസ്റ്റം? സിസ്റ്റത്തിന് നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിനകത്ത് ഡെഫിനിഷൻ ഒക്കെ നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് പഠിച്ചപ്പോഴത്തേ നമ്മൾ കൂടുതൽ കുറെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്കൊരു നോക്കാം എന്താ സിസ്റ്റം എന്നുള്ളൊരു കാര്യം. സിസ്റ്റം ഈസ് എനിത്തിങ് ദാറ്റ് അക്സെപ്റ്റ് ഇൻപുട്ട് ആൻഡ് വിൽ ഗീവ് ദ ഔട്ട്പുട്ട്. ഇതിനെ നമ്മൾ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിന് നമുക്ക് ഡെഫിനിഷൻ കൊടുത്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ഫിസിക്കൽ കമ്പോണൻസ് കണക്റ്റഡ് ടുഗദർ ടു പെർഫോം എ സ്പെസിഫൈഡ് ഫംഗ്ഷൻ. അതിനാണ് നമ്മൾ സിസ്റ്റം അഥവാ പ്ലാന്റ് അഥവാ പ്രോസസ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്കിതിനകത്ത് ജസ്റ്റ് നമ്മൾ ഈ കൺട്രോൾ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഉണ്ട്, ആ സിസ്റ്റത്തിൽ നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ട് ഉണ്ട്. നമ്മൾ ഈ ഇൻപുട്ടിനെ നമ്മൾ ഇനി വിളിക്കാൻ പോകുന്നത് എക്സൈറ്റേഷൻ എന്ന് പറയാറുണ്ട്. ദിസ് ഇൻപുട്ട് ഈസ് ആൾസോ കാൾഡ് എക്സൈറ്റേഷൻ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇൻപുട്ട് ഈസ് ആൾസോ കാൾഡ് സോഴ്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇൻപുട്ട് ഈസ് ആൾസോ കാൾഡ് ആർ ഓഫ് ടി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇൻപുട്ട് ഈസ് ആൾസോ കാൾഡ് ആർ ഓഫ് എസ് നമ്മൾ പറയാറുണ്ട്. ഔട്ട്പുട്ടിന് തന്നെയും നമ്മൾ നമ്മുടെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? റെസ്പോൺസ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ തന്നെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? സി ഓഫ് ടി എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? സി ഓഫ് എസ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ ഇൻപുട്ടിന് കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻസ്, ഇതാണ് ഔട്ട്പുട്ട് കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഇതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു വോൾട്ട് മീറ്റർ എടുക്കുകയാണ്. ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്. ഈ വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അല്ലെ. ഈ വോൾട്ട് മീറ്ററിൽ ഞാൻ ഒരു വോൾട്ടേജ് സോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വോൾട്ട് മീറ്റർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 10 വോൾട്ട്, ഒരു 20 വോൾട്ട് റേഞ്ചുള്ള 20 വോൾട്ട് സപ്ലൈ കൊടുക്കുകയാണ്. 50 വോൾട്ട് റേഞ്ചുള്ള ഒരു വോൾട്ട് മീറ്റർ എടുക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ വോൾട്ട് മീറ്റർ ഞാൻ ഈ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇനിഷ്യലി വോൾട്ട് മീറ്ററിന്റെ പോയിന്റ് 0 പൊസിഷനിലായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കും? നമ്മൾ പവർ സപ്ലൈ കൊടുക്കുമ്പോൾ ഈ 20 വോൾട്ട് സപ്ലൈ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് കണക്ട് ആകുമ്പോഴത്തേക്ക് വോൾട്ട് മീറ്ററിന്റെ റീഡിംഗ് എന്ത് ചെയ്യും? 20 വോൾട്ട് എന്ന് പറഞ്ഞ് നമുക്ക് റീഡിംഗ് കാണിക്കും. അപ്പൊ നമുക്ക് ഇതൊരു സിസ്റ്റം ആണല്ലേ. ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ പറ്റും ഈ സിസ്റ്റത്തിനകത്ത് ആരൊക്കെയുള്ള ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, പിന്നെ എന്താ കണക്റ്റിംഗ് വയേഴ്സ് വരുന്നുണ്ട്, പിന്നെ എന്തായിരിക്കും വരെ നമുക്ക് വോൾട്ട് മീറ്റർ ഉണ്ട്. അപ്പൊ ഈ ഒരു സിസ്റ്റം ഒരു കോമ്പിനേഷൻ ഓഫ് കമ്പോണൻസ് ആണ്. ഈ കമ്പോണൻസിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ടു പെർഫോം എ സ്പെസിഫിക് ഫംഗ്ഷൻ, ദാറ്റ് മീൻസ് വോൾട്ടേജ് മെഷർമെന്റ് നമ്മൾ ചെയ്യുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? സിസ്റ്റം എന്ന് പറയാറുണ്ട്, പ്ലാന്റ് എന്ന് പറയാറുണ്ട്, പ്രോസസർ എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാം എന്താണ് സിസ്റ്റം എന്നൊരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ഫിസിക്കൽ കമ്പോണൻസ്. Combination of different physical components ഇതിനായിരിക്കും കണക്റ്റഡ് ടുഗദർ ടു പെർഫോം അല്ലെ. കണക്റ്റഡ് ടുഗദർ ടു പെർഫോം എന്തായിരിക്കും? എ സ്പെസിഫൈഡ് ടാസ്ക് അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഫംഗ്ഷൻ. അതിനാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ അതിനെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൾഡ് എ സിസ്റ്റം ഓർ പ്ലാന്റ്, അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഓർ സിംപ്ലി പ്രോസസ് നമ്മൾ പറയാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതാണ് നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയാം. ഇനി നമുക്ക് എന്താണ് ഒരു കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്? കൺട്രോൾ സിസ്റ്റത്തിനകത്ത് എന്താ? ഒരു കൺട്രോളർ ഉണ്ടാവും. ദാറ്റ് മീൻസ് എന്തായിരിക്കും ഒരു കൺട്രോളർ എന്ന് പറയുന്നത്? വാട്ട് ഇസ് എ കൺട്രോളർ? അതിനൊരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കണം. കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ്, it is a device that always follows the instruction. Controller is a device that always follows the instruction to fulfill the requirement.
ടു ഫുൾഫിൽ ദ റിക്വയർമെന്റ്. ഇതൊക്കെ നമുക്കൊരു ജനറൽ ഡെഫിനിഷൻ ആണ്. നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ടു ഫുൾഫിൽ ദ റിക്വയർമെന്റ്. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പം ഈ കൺട്രോളറിന്റെ ആക്ഷൻ വെച്ചിട്ട് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. ഇറ്റ്സ് നത്തിങ് ബട്ട് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും വരിക, ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ബേസ്ഡ് ഓൺ ദ കൺട്രോളർ ആക്ഷൻ. ഇറ്റ്സ് പോയിന്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺട്രോളർ ആക്ഷൻ. ബേസ്ഡ് ഓൺ ദ കൺട്രോളർ ആക്ഷൻ എന്തായിരിക്കും വരിക, കൺട്രോൾ സിസ്റ്റം ആർ ക്ലാസിഫൈഡ് ആസ്, ആരൊക്കെ ആയിരിക്കും ക്ലാസിഫൈഡ് ആസ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം അഥവാ എന്തായിരിക്കും മാനുവൽ സിസ്റ്റം. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം അഥവാ മാനുവൽ സിസ്റ്റം അഥവാ എന്തായിരിക്കും മാനുവൽ സിസ്റ്റം അഥവാ നോൺ ഫീഡ്ബാക്ക് സിസ്റ്റം നമുക്ക് പറയാൻ പറ്റും. നോൺ ഫീഡ്ബാക്ക് സിസ്റ്റം. സോ കൺട്രോളർ ആക്ഷൻ, കൺട്രോളർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിസ്റ്റം പ്ലസ് കൺട്രോളർ ആണ് ഒരു കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. കാര്യം കൺട്രോളർ ഈസ് എ ഡിവൈസ് ദാറ്റ് ആൾവേസ് ഫോളോസ് ദ ഇൻസ്ട്രക്ഷൻ ടു ഫുൾഫിൽ ദ റിക്വയർമെന്റ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ടിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, ആ ഔട്ട്പുട്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഡിവൈസ് നമ്മൾ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പൊ ആ കൺട്രോളർ, ആ ഡിവൈസ് നമ്മളെ സിസ്റ്റത്തിൽ കൺട്രോൾ സിസ്റ്റത്തിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും കൺട്രോൾ സിസ്റ്റംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു, ദാറ്റ് ഈസ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം അഥവാ മാനുവൽ സിസ്റ്റം അഥവാ നോൺ ഫീഡ്ബാക്ക് സിസ്റ്റം എന്നും. അടുത്തായിരിക്കും വരിക രണ്ടാമത് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം അല്ലെ, ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഓർ ഓട്ടോമാറ്റിക് സിസ്റ്റം അല്ലെ, ഓർ ഓട്ടോമാറ്റിക് സിസ്റ്റം ഓർ ഫീഡ്ബാക്ക് സിസ്റ്റം. ഇനി ഇതിനകത്തുനിന്ന് മിക്കപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. ചിലപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ് എടുത്തിട്ട് ചോദിക്കും, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എടുത്തിട്ട് ചോദിക്കും. അത് വളരെ മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്തും കണ്ടുവരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, എന്താണ് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം നോക്കാം. ഫസ്റ്റ് നമ്മൾ പോവാണ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് OLCS ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്, ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുകയാണ്. ഞാൻ ഒരു സിസ്റ്റമാണ്, ഒരു സിസ്റ്റം പ്ലസ് എ കൺട്രോളർ ആണല്ലോ നമ്മുടെ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. എ കൺട്രോളർ, സിസ്റ്റം പ്ലസ് എ കൺട്രോളർ. അപ്പോൾ ഞാനൊരു ഇൻപുട്ട് കൊടുത്തു, ഐ ജസ്റ്റ് ഗീവ് വൺ ഇൻപുട്ട്, അതിന്റെ ഔട്ട്പുട്ട് ഉണ്ട്. ഇനി ഞാനിപ്പോൾ പറയുന്നത് ഈ ഇൻപുട്ട് കൊടുത്തു, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഈ കൺട്രോളർ പ്ലസ് സിസ്റ്റത്തിന് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കാൾഡ് ദ വെയിറ്റ് ഓഫ് ദ സിസ്റ്റം അഥവാ എന്താ പറയുന്നത് GOS ഞാൻ പറയാം, GOS അഥവാ ഇറ്റ് ഈസ് കാൾഡ് ദ വെയിറ്റ് ഓഫ് ദ സിസ്റ്റം. വെയിറ്റ് ഓഫ് ദ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ ഇതിന്റെ വെയിറ്റ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൊബൈൽ ഫോൺ ബൈ ചെയ്യാണ്, ഈ മൊബൈൽ ഫോണിന്റെ നമ്മളൊരു വെയിങ് മെഷീൻ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ആ മൊബൈൽ ഫോണിന്റെ വെയിറ്റ് ചിലപ്പോൾ 250 ഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ 500 ഗ്രാം ആയിരിക്കും. സോ ആ 500 ഗ്രാം ആണ് അതിന്റെ GOS, അല്ലെങ്കിൽ ആ 500 ഗ്രാം എന്ന് പറഞ്ഞാൽ ആ വെയിറ്റേജിനാണ് നമ്മൾ അതിന്റെ GOS എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് GOS എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ GOS എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താ നമുക്ക് പറയാൻ പറ്റുക, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വെയിറ്റ് ഓഫ് ദ സിസ്റ്റം നമുക്ക് പറയാൻ പറ്റും. സോ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്, ഞാൻ ഒരു ഇൻപുട്ട് ഞാൻ കൊടുക്കുകയാണ്, 100 വോൾട്ട് ഞാൻ കൊടുക്കുകയാണ്. ഐ എം ജസ്റ്റ് ഗിവിംഗ് ദ ഇൻപുട്ട് ആസ് 100 വോൾട്ട്. എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ടുള്ളത് മൈ റിക്വയർമെന്റ് ഈസ് എത്രയായിരിക്കും, എന്റെ റിക്വയർമെന്റ് 100 വോൾട്ട് എനിക്ക് ഔട്ട്പുട്ട് കിട്ടണം. പക്ഷേ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും വരാൻ, 98 വോൾട്ട് ആണ് എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 98 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ 98 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടിയപ്പോൾ എന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ആരുണ്ട്, 100 വോൾട്ട് ആണ്. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് എന്താ, 98 വോൾട്ട് ആണ്. പക്ഷേ എന്റെ റിക്വയർമെന്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എന്നെ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് കൺട്രോളർ എന്ന് പറയുന്നത്. ഇവിടേക്ക് ഒരു കൺട്രോളർ ഉണ്ട്, പക്ഷേ ഈ ഔട്ട്പുട്ടും ഈ കൺട്രോളറുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് യാതൊരുവിധ എന്താ പറയാ കണക്ഷനും ഇല്ല അല്ലെ. ദാറ്റ് മീൻസ് ഔട്ട്പുട്ടിന്റെ ഒരു ദാറ്റ് മീൻസ് നമ്മൾ ടെക്നിക്കലി പറഞ്ഞാൽ ഒരു ഫീഡ്ബാക്കും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദാറ്റ് മീൻസ് ഞാൻ കൊടുത്ത ഇൻപുട്ട് 100 ആണ്, എനിക്ക് കിട്ടിയത് 98 ആണ്, എന്റെ റിക്വയർമെന്റ് 100 ആണ്. അപ്പൊ ഞാൻ പറയും ഇറർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ദാറ്റ് മീൻസ് ഇറർ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ആണ് നമ്മൾ ഇറർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ ഇറർ എന്ന് പറയുന്നത് ഇവിടെ എത്ര ഉണ്ട്, 2 വോൾട്ട് ആണ് ഇറർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കൺട്രോളർ എന്ന് പറയുന്ന ഡിവൈസ്, ഈ കൺട്രോൾ ഡിവൈസിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, ഇറർ സിഗ്നൽ ആണ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ടു റിമെമ്പർ. ഇതായിരിക്കും ദ ഇൻപുട്ട് ടു ദ കൺട്രോളർ ഈസ്
ടു ദ കൺട്രോളർ. ആരായിരിക്കും വരിക? ഇൻപുട്ട് ടു ദ കൺട്രോളർ ഈസ് എറർ സിഗ്നൽ ആണ്. എറർ സിഗ്നൽ ആണ് ഇൻപുട്ട് ടു ദ കൺട്രോളർ. അപ്പൊ നമുക്ക് ഇൻപുട്ട് 100 കൊടുത്തു, ഔട്ട്പുട്ട് 98 വോൾട്ട് കിട്ടി അല്ലെ. ബാക്കി 2 വോൾട്ട് റിക്വയർമെന്റ് 100 ആണ്. അപ്പം ബാക്കി ഈ 2 വോൾട്ട് എന്ന് പറയുന്ന ആ ഇറർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഇൻപുട്ട് ആയിട്ട് നമുക്ക് ഈ കൺട്രോളറിനകത്ത് ആക്ഷൻ വരണമെങ്കിൽ നമുക്ക് ഈ ഔട്ട്പുട്ടിന് അല്ലെങ്കിൽ ഈ ഔട്ട്പുട്ടിനെ എടുത്ത് എന്ത് ചെയ്യണം? നമുക്ക് ഈ കൺട്രോളറിൽ കൊടുക്കാനുള്ള പ്രൊവിഷൻ വേണം. പക്ഷെ ഇവിടെ എന്തില്ല? ഇവിടെ ഈ ഔട്ട്പുട്ടും കൺട്രോളറുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും in open loop control system there is no error signal as an input to the controller. So as a result നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന 98 വോൾട്ട് എന്ന് പറയുന്നത് 98 വോൾട്ട് അത് സ്റ്റഡി ആയിട്ട് തന്നെ അവിടെ നിൽക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും since there is no connection from output to input, that means since there is no feedback, the controller cannot act and cannot improve the voltage from 98 to 100 volt എന്ന് പറയാൻ പറ്റും. So നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാം, since there is no connection from input to output, അല്ലെങ്കിൽ since there is no feedback അല്ലെ, since there is no feedback അല്ലെ, no feedback from എവിടുന്ന? output to input അല്ലെ, from output to input. കാര്യം അതിന്റെ ഫീഡ്ബാക്ക് ഇല്ല, കാര്യം ഔട്ട്പുട്ട് ടു ഇൻപുട്ടായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ല. ഇതിന് കൺട്രോളർ ഒപ്പം അങ്ങനെ കണക്ഷൻ ഇല്ലെങ്കിൽ since there is no feedback from output to input, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ കൺട്രോളർ ഇസ് നോട്ട് ആക്ടിങ് അല്ലെ, കൺട്രോളർ പിക്ചറിൽ വരത്തില്ല. കാര്യം കൺട്രോളറിന് പിക്ചറിൽ വരണമെങ്കിൽ എന്ത് വേണം? ആ ഇറർ സിഗ്നൽ ആയിരിക്കണം കൺട്രോളിന്റെ ഇൻപുട്ട് ആയിട്ട് വരേണ്ടുള്ളത്. കാര്യം ഇവിടെ ആ ഇറർ സിഗ്നലിനെ അല്ലെങ്കിൽ ആ ഇററിനെ നമുക്ക് എന്ത് കിട്ടുന്നില്ല? നമുക്ക് കൺട്രോളറിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? Then the control will not be in the picture, and as a result നമുക്ക് എന്ത് പറയാൻ പറ്റും? We cannot improve the voltage from 98 to 100. അപ്പോൾ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? ഈ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് ആൾവേസ് ഉണ്ടാവും, ഇറർ ഉണ്ടാവും. അപ്പം ആൾവേസ് ഇറർ ഉണ്ടാവുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ്സ് ആക്യുറേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഇറ്റ് ഈസ് ലെസ് ആക്യുറേറ്റ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ടു റിമെമ്പർ. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് ഇറർ ആൾവേസ് എക്സിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഇൻആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റും. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കഴിഞ്ഞവട്ടത്തെ ഗേറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ പറഞ്ഞതിന്റെ കൺക്ലൂഷൻ ആണ്. ദാറ്റ് മീൻസ് ഇൻ ആൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം അല്ലെ, ഇൻ ആൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്തായിരിക്കും? ഇൻ ആൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം output has no effect അല്ലെ, output has no effect on controlling action അല്ലെ, output has no effect on controlling action because there is no feedback from output to input. That means open loop സിസ്റ്റത്തിലാണെങ്കിൽ കൺട്രോളറിന് ഒരു ആക്ഷനും ഇല്ല. അതാ പറഞ്ഞേക്കുന്നത് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം the output has no effect on the controlling action. That means the output is independent of the controller action. അപ്പൊ നമുക്ക് പറയാൻ പറ്റും കാര്യം നമ്മൾ ഈ കൊടുക്കുന്ന ഇൻപുട്ടിനെ നമുക്ക് കൊടുക്കുന്ന ഇറർ സിഗ്നലിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ആ ഇറർ സിഗ്നലിനെ നമുക്ക് കൺട്രോളറിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇറർ സിഗ്നലിനെ കൺട്രോളറിലേക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ റിക്വയർമെന്റ് ആയ 100 വോൾട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കൺട്രോളർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും കിട്ടുന്ന ഔട്ട്പുട്ട് 100 വോൾട്ട് എന്നുള്ളത് 98 വോൾട്ട് ആയിട്ട് തന്നെ നിൽക്കും. ആ 98 വോൾട്ടിനെ 100 ആക്കാൻ വേണ്ടി ഒരു വഴിയും ഇല്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് ഔട്ട്പുട്ടിന് എന്തായിരിക്കും? ദിസ് ഔട്ട്പുട്ട് ഹാസ് നോ എഫക്ട് ഓൺ കൺട്രോളിങ് ആക്ഷൻ. അത് കൺട്രോളറിന് ഒരു റോളും അവിടെ ഇല്ല. അപ്പൊ ആ പോയിന്റ് ഓർത്ത് വെക്കുക. ഇൻ ആൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ഔട്ട്പുട്ട് ഹാസ് നോ എഫക്ട് ഓൺ കൺട്രോളിങ് ആക്ഷൻ ബിക്കോസ് ദർ ഈസ് നോ ഫീഡ്ബാക്ക് എന്നൊരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെ ഇതിന്റെ ഈ സിസ്റ്റം ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ആക്യുറേറ്റ് ആണ് ബിക്കോസ് ദർ ഈസ് നോ പ്രൊവിഷൻ ടു കറക്റ്റ് ദ ഇറർ അല്ലെ. അപ്പം ഇതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും വരിക? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം? ഇറ്റ് ഈസ് സിമ്പിൾ ടു ഡിസൈൻ ആണ്. ഇറ്റ് ഈസ് സിമ്പിൾ ടു ഡിസൈൻ. Then it is cheaper. Next is open loop control systems are stable. Open loop control system are stable because there is no feedback connection. അതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം സ്റ്റേബിൾ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക ഈ സ്റ്റെബിലിറ്റിയും ആക്യുറസിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാര്യം നമ്മൾ വിചാരിക്കും ഇത് ആക്യുറസി കുറവല്ലേ അല്ലെങ്കിൽ ആക്യുറസി കുറവല്ലേ അതുകൊണ്ട് അൺസ്റ്റേബിൾ ആണ് നമ്മൾ വിചാരിക്കും. അല്ല, ഇത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ
സ്റ്റെബിലിറ്റി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് e⁻ എന്ന് പറഞ്ഞ ഒരു ഫാക്ടറാണ്. e⁻ അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇൻ എ കൺട്രോൾ സിസ്റ്റം ഇഫ് e⁻ അല്ലെ ഇഫ് e⁻ പാരാമീറ്റർ if an ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. if an e⁻ parameter is existing in the feedback then the stability decreases. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. if e⁻ parameter exists in the feedback network അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോ സ്റ്റെബിലിറ്റി ഡിക്രീസ് അല്ലെ. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കേ ഇല്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും e⁻ എന്ന് പറയുന്ന പാരാമീറ്ററിനെ പറ്റി നമ്മൾ ചിന്തിക്കുക വേണ്ട. സ്റ്റെബിലിറ്റി എന്തായിരിക്കും ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാം. ഇനി നമ്മൾ ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റവും നമ്മൾ സ്റ്റെബിലിറ്റി പഠിക്കുമ്പോൾ എന്താണ് e⁻ നമ്മൾ പഠിക്കും. ആ e⁻ നമ്മളുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സ്റ്റെബിലിറ്റി ഡിക്രീസ് ആവുന്ന കാര്യം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പം ഇതെന്താണ് e⁻ എന്ന് പറയുന്നത്. ദിസ് e⁻ is called ട്രാൻസ്പോർട്ടേഷൻ ഡിലേ എന്നാണ് നമ്മൾ പറയുക. ഇറ്റ് ഈസ് കാൾഡ് ട്രാൻസ്പോർട്ടേഷൻ ഡിലേ ഓർ വേറെ പേരുണ്ടല്ലോ, എന്തായിരിക്കും വരിക ട്രാൻസ്പോർട്ടേഷൻ ഡിലേ ഓർ ലാഗ് നമുക്ക് പറയാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷൻ ഡിലേ ഓർ ലാഗ്. e⁻ നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ട്, എന്തായിരിക്കും വരിക e⁻ is equal to 1 - st നമുക്ക് പറയാൻ പറ്റും ബൈ പാഡ്സ് അപ്രോക്സിമേഷൻ. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, ഇപ്പോഴില്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഈ പോയിന്റ്സ് ഓർത്ത് വയ്ക്കാം. അപ്പം ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആണ്, പക്ഷേ പ്രശ്നം എന്ന് പറയുന്നതായിരിക്കും വരിക അവിടെ ആക്യുറസി കുറവായിരിക്കും. ബിക്കോസ് ദർ ഇസ് നോ പ്രൊവിഷൻ ടു റെക്ടിഫൈ ദ ഇറർ. ഇനി നമ്മൾ ഈ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിനെ നമ്മൾ ഈ കൺട്രോളറിന് നമ്മൾ എങ്ങനെ നമുക്ക് പിക്ചറിൽ കൊണ്ടുവരാൻ പറ്റും നമ്മൾ നോക്കിയാണ്. അപ്പൊ കൺട്രോളർ പിക്ചറിൽ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഇതിനകത്ത് വരുന്ന മാറ്റം നമുക്ക് നോക്കാം. സോ ഞാനിപ്പം സെയിം പിക്ചർ തന്നെ ഞാൻ കൺട്രോളറും കൂടെ വെച്ചിട്ട് കൺട്രോളർ ഫീഡ്ബാക്കും കൂടെ വെക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. എങ്ങനെ നമുക്ക് കൺട്രോളറിനെ നമുക്ക് പിക്ചറിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. സോ ഇങ്ങനെ ആയിരിക്കും വരിക. ദിസ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ മുന്നേ പഠിച്ചതുപോലെ തന്നെ ഒരു കൺട്രോളർ ഉണ്ട് അല്ലെ. ഈ കൺട്രോളറിന്റെ സിസ്റ്റം ഉണ്ട്. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആണ്. ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന്റെ ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക g(s) ആണ് അല്ലെ. പിന്നെ എന്തായിരിക്കും വരിക നമുക്ക് c(s) എന്ന് പറയുന്നത് നമ്മളുടെ ഔട്ട്പുട്ട് ആണ്. ഈ ഔട്ട്പുട്ടിന്റെ പോർഷൻ എടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ഫീഡ്ബാക്ക് ട്രാൻസ്ഡ്യൂസർ. ജസ്റ്റ് പ്ലേസിംഗ് എ ഫീഡ്ബാക്ക് ട്രാൻസ്ഡ്യൂസർ. ഫീഡ്ബാക്ക് ട്രാൻസ്ഡ്യൂസർ എടുത്ത ശേഷം is 100 volt is our input. അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എടുക്കാൻ പോവുകയാണ്. എന്തായിരിക്കും വരിക, നമ്മൾ 100 വോൾട്ട് ഇൻപുട്ട് കൊടുത്തു. എന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടത് 100 വോൾട്ട് തന്നെ എനിക്ക് ഔട്ട്പുട്ട് വേണം. പക്ഷേ എനിക്ക് വന്നിരിക്കുന്നത് 98 ആയിരിക്കും വരുന്നത്. 98 വോൾട്ട് ആയിരിക്കും എന്റെ ഔട്ട്പുട്ട് ആയിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതിനെ കറക്റ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യും? ഞാൻ നോക്കുമ്പോഴത്തേക്ക് എന്താ ഇവിടെ ഇൻപുട്ടും ഇവിടെ ഔട്ട്പുട്ടിന്റെ പോർഷൻ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്കൊരു ഫീഡ്ബാക്ക് ട്രാൻസ്ഡ്യൂസർ അഥവാ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് നമുക്ക് അല്ലേ. അപ്പൊ എന്ത് വരും, നമുക്ക് ഈ 98 നേരെ ഇവിടെ വരും, നമുക്ക് ഇവിടെ വരും 98 ഇവിടെ വരും. അപ്പോൾ 100 - 98 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2 വോൾട്ട് എന്ന് പറയുന്ന ഒരു ഇറർ സിഗ്നൽ നമുക്ക് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇറർ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ആര് പിക്ചറിൽ വന്ന് കൺട്രോളർ പിക്ചറിൽ വന്നു. ഇനി കൺട്രോളർ എങ്ങനെ ആക്ട് ചെയ്യും? കൺട്രോളർ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് എ പ്രോഗ്രാംഡ് യൂണിറ്റ് ആയിരിക്കും അല്ലെ. പ്രോഗ്രാംഡ് യൂണിറ്റ് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ലോജിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറർ ഈസ് പോസിറ്റീവ് ആണെങ്കിൽ അല്ലെ, ഇഫ് ഇറർ ഈസ് പോസിറ്റീവ് ആണെങ്കിൽ ഇംപ്രൂവ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട് സിഗ്നൽ. അപ്പോ ഇവിടെ നോക്കി, ഇവിടെ ഇററിന്റെ വാല്യൂ 2 വോൾട്ട് ആണ്. 2 വോൾട്ട് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ഇറർ പോസിറ്റീവ് ആണ്. ഇറർ പോസിറ്റീവ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, നമ്മൾ കൺട്രോളിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര മാറി 98 എന്നുള്ള കാര്യം. കൺട്രോളിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്തപ്പോൾ കൺട്രോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇൻപുട്ട് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് ഇതായിരിക്കും സിസ്റ്റത്തിൽ കൊടുത്തപ്പോൾ 98 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഔട്ട്പുട്ട് മാറി 99 വോൾട്ട് ആയി. ഇനി നോക്കിയേ, വീണ്ടും വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, മുമ്പേ ഉണ്ടായിരുന്ന 99 വോൾട്ട് ആയിരിക്കും സെക്കൻഡ് ഫീഡ്ബാക്ക് ആയിട്ട് നമുക്ക് വരിക. അപ്പൊ 100 - 90 എന്ന് പറയുമ്പോഴത്തേക്ക് 1 വോൾട്ട് വരും. അപ്പൊ 1 വോൾട്ട് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും, വീണ്ടും ഇറർ സിഗ്നൽ ജനറേറ്റ് ആയിട്ട് അപ്പൊ കൺട്രോളർ വീണ്ടും വരും. അപ്പൊ എന്ത് ചെയ്യും, കൺട്രോളർ വന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഇറർ പോസിറ്റീവ് ആണ് അല്ലെ, ഇററിന്റെ വാല്യൂ 1 വോൾട്ട് ആണ്. പോസിറ്റീവ് ആകുമ്പോഴത്തേക്ക് എഗൈൻ ഇട്ട് ഇൻക്രീസ് ദ ആംപ്ലിറ്റ്യൂഡ്.
ആംപ്ലിറ്റ്യൂഡ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ദെൻ അഗൈൻ ഇറ്റ് ബിക്കംസ് 100 വോൾട്ട് അല്ലേ. അപ്പൊ ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡ് കൂടിയപ്പോൾ സിസ്റ്റം എന്തായിരിക്കും വരിക, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ഇൻക്രീസസ്, then എന്തായിരിക്കും വരിക, ഔട്ട്പുട്ട് ആൾസോ ഇൻക്രീസസ്. ഇനി എന്ത് ചെയ്യും, ഈ തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക, തിരിച്ച് ഈ 100 എടുത്ത് ഫീഡ്ബാക്ക് ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താ 100 - 100 0 ആയിരിക്കും. അപ്പോൾ there is no controller action. സോ അങ്ങനെ ഈ കൺട്രോളർ വന്ന ശേഷം, ഈ കൺട്രോളർ നമ്മുടെ സിസ്റ്റത്തിൽ വന്ന ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് റിക്വയർഡ് ഇൻപുട്ട് റിക്വയർഡ് ഔട്ട്പുട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മൾ കൺട്രോൾ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത്. എന്തായിരിക്കും, കൺട്രോളർ ഇറ്റ് ആൾവേസ് ഫോളോസ് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ടു അറ്റൈൻ ദ റിക്വയർമെന്റ്. നമ്മുടെ റിക്വയർമെന്റ് ആയ 100 വോൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള ഇൻസ്ട്രക്ഷൻസ് സ്വീകരിച്ച് അത് പ്രോസസ് ചെയ്ത് നമുക്ക് റിക്വയർഡ് ഔട്ട്പുട്ട് തരുന്ന ആളിനെയാണ് നമ്മൾ എന്ത് പറയുക, കൺട്രോളർ നമ്മൾ പറയുക. അപ്പൊ ഈ ക്ലോസ് ലൂപ്പ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് നമ്മളുടെ റിക്വയർമെന്റ് 100 വോൾട്ട് ആണ്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 100 വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും there is no error നമുക്ക് പറയാൻ പറ്റും. therefore the system is accurate system ആയിരിക്കും. ഓപ്പൺ ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഈസ് ആൻ ആക്യുറേറ്റ് സിസ്റ്റം. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്മളിപ്പോ മുന്നേ പറഞ്ഞ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയാണ്. എന്തായിരിക്കും വരിക, ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്തായിരിക്കും, ദ ഔട്ട്പുട്ട് ഹാസ് എഫക്ട് ഓൺ കൺട്രോളിംഗ് ആക്ഷൻ ബിക്കോസ് ദർ ഇസ് എ ഫീഡ്ബാക്ക്. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആണെങ്കിൽ കൺട്രോളറിന് യാതൊരുവിധ ആക്ഷനും ഇല്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ദ ഔട്ട്പുട്ട് ഹാസ്, അല്ലെ, ദ ഔട്ട്പുട്ട് ഹാസ് എന്തായിരിക്കും, എഫക്ട് ഓൺ കൺട്രോളിംഗ് ആക്ഷൻ. ദ ഔട്ട്പുട്ട് ഹാസ് എഫക്ട് ഓൺ കൺട്രോളിംഗ് ആക്ഷൻ. ദ ഔട്ട്പുട്ട് ഹാസ് എഫക്ട് ഓൺ controlling action because there is a feedback network, because there is feedback availability അല്ലെങ്കിൽ feedback network ഉണ്ടായതുകൊണ്ട്. അപ്പൊ ഈ രണ്ടാമത്തെ പോയിന്റ് ഓർത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റും, then third point നമുക്ക് പറയാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എങ്ങനെയായിരിക്കും, ഔട്ട്പുട്ട് ഈസ് ഡിപെൻഡന്റ് ഓൺ കൺട്രോളർ ആക്ഷൻ ആണല്ലോ. ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഔട്ട്പുട്ട് ഈസ് ഡിപെൻഡന്റ് ഓൺ കൺട്രോളർ ആക്ഷൻ, ഡിപെൻഡന്റ് ഓൺ കൺട്രോളർ ആക്ഷൻ. The next point, fourth point നോക്കിയേ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് ആർ റെഡ്യൂസ്ഡ് അല്ലെ, എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് ആർ റെഡ്യൂസ്ഡ്, എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് ആർ റെഡ്യൂസ്ഡ്. അപ്പൊ നമുക്ക് പറയാണ്, ഫോർ എക്സാമ്പിൾ ഈ ഒരു സിസ്റ്റം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് എൻവയോൺമെന്റൽ ആയിട്ട് കുറച്ച് മഴ പെയ്യുന്നു വിചാരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ വിചാരിക്കും ആ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് മൂലം എന്തെങ്കിലും നമ്മുടെ സിസ്റ്റത്തിന് നമ്മുടെ ഔട്ട്പുട്ടിന്റെ ഒരു ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ again this process will continue and as a result we will get the constant requirement അല്ലെ. അപ്പം നമുക്ക് പറയാൻ പറ്റും എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് ആർ റെഡ്യൂസ്ഡ് നമുക്ക് പറയാൻ പറ്റും. അഞ്ചാമതായിരിക്കും ഹൈ സ്പീഡ് ഓഫ് റെസ്പോൺസ് അല്ലെങ്കിൽ എന്താ ബാൻഡ് വിഡ്ത്ത് ഈസ് ഹൈ എന്ന് പറയാൻ പറ്റും. ഫിഫ്ത്ത് പോയിന്റ് ബാൻഡ് വിഡ്ത്ത് ഈസ് ഹൈ എന്ന് പറയാൻ പറ്റും, ബാൻഡ് വിഡ്ത്ത് ഈസ് ഹൈ എന്ന് പറയാൻ പറ്റും. പിന്നെ എന്തായിരിക്കും വരിക, ഈ നാലാമത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഔട്ട്പുട്ട് ഈസ് ലെസ് സെൻസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പാരാമീറ്റർ വേരിയേഷൻ ഇൻ ദ സിസ്റ്റം അല്ലെ. ഔട്ട്പുട്ട് ഈസ് ലെസ് സെൻസിറ്റീവ്, ഔട്ട്പുട്ട് ഈസ് ലെസ് സെൻസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പാരാമീറ്റർ വേരിയേഷൻ. That means the closed loop control system is very much free from external disturbances. അത്രേ ഉള്ളൂ ആ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഈസ് ആൻ ആക്യുറേറ്റ് സിസ്റ്റം ബിക്കോസ് ഇറർ നമ്മൾ കൺട്രോളർ ആക്ഷൻ വന്ന ശേഷം നമുക്ക് നമ്മുടെ റിക്വയർമെന്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ദ ഔട്ട്പുട്ട് ഹാസ് എഫക്ട് ഓൺ കൺട്രോളിംഗ് ആക്ഷൻ ബിക്കോസ് ദർ ഈസ് എ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് അവൈലബിലിറ്റി ഈസ് ദെയർ. ആ പോയിന്റ് ഓർത്ത് വെച്ച് നോക്കിയാൽ ഔട്ട്പുട്ട് ഈസ് ഡിപെൻഡന്റ് ഓൺ കൺട്രോളർ ആക്ഷൻ ആണ്, അത് ഓർത്ത് വെക്കുക. എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് ആർ റെഡ്യൂസ്ഡ്, ബാൻഡ് വിഡ്ത്ത് ഈസ് ഇംപ്രൂവ്ഡ് ഇൻ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. Then output is less sensitive with respect to parameter variations എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തായിരിക്കും, നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ അല്ലെ. ബിക്കോസ് ക്ലോസ്ഡ് ലൂപ്പ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഓപ്പൺ ലൂപ്പ് സിസ്റ്റംസ് ആർ സ്റ്റേബിൾ ആണ്, പക്ഷെ എന്തായിരിക്കും ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റംസ് ആർ അൺസ്റ്റേബിൾ എന്ന് പറയാൻ പറ്റും അല്ലെ. there is a problem നമുക്ക് പറയാൻ പറ്റും, there is a problem of stability in closed loop system. അപ്പൊ അത് പോയിന്റ് ഓർത്ത് വയ്ക്കുക, there is a problem of stability. so ആ പോയിന്റ്സ് നമ്മൾ എഴുതാം, there is a problem of stability in closed loop system. okay? problem of stability. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു ഇലക്ട്രിക്കൽ സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, അത് ഓപ്പൺ ലൂപ്പ് ആയിരിക്കും, ക്ലോസ് ലൂപ്പ് ആയിരിക്കും. ഇലക്ട്രിക്കൽ സ്വിച്ച് കാര്യം അതെന്തായിരിക്കും വരിക, സ്വിച്ച് എന്ന് പറഞ്ഞാൽ അതൊരു മാനുവൽ ഓപ്പറേഷൻ ആണ് അല്ലെ. കാര്യം
ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് മാനുവൽ സിസ്റ്റം നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റിയ കാര്യം നമ്മൾ സ്വിച്ച് നമ്മൾ പോയി ഇട്ട് കഴിഞ്ഞാൽ ഇത് സ്വിച്ച് ഓൺ ആക്കാൻ പറ്റും. നമുക്ക് സ്വിച്ചിങ് ഓപ്പറേഷൻ നമ്മളായിട്ട് പോയി ചെയ്യണം. ഇറ്റ്സ് എ മാനുവൽ ഓപ്പറേഷൻ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇലക്ട്രിക്കൽ ഫ്യൂസ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ഫ്യൂസ് ആകുമ്പോഴെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്കറിയാം ഫ്യൂസ് നമ്മൾ എങ്ങനെ വയ്ക്കുന്നത്? ഇതാണ് നമ്മൾ ലൈനിൽ നമ്മൾ ഫ്യൂസ് വെച്ചിട്ടുണ്ട്. എപ്പോഴാണോ നമ്മളുടെ ലൈനിൽ കൂടെ പോകുന്ന കറണ്ട് അല്ലെ, ഇപ്പോൾ ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഫാൾട്ട് ഉണ്ടാവുന്നത്, ഫ്യൂസ് ഈസ് കട്ടിങ് ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്യുമ്പോഴത്തെ അത് ഏത് സിസ്റ്റം ആയിരിക്കും? ഇറ്റ്സ് നത്തിങ് ബട്ട് എ ക്ലോസ് ലൂപ്പ് സിസ്റ്റം. ചോദിച്ചുള്ളതാണ്. ഇലക്ട്രിക്കൽ ഫ്യൂസ് ഇസ് എ ക്ലോസ് ലൂപ്പ് സിസ്റ്റം. ട്രാഫിക് സിഗ്നൽ എന്തായിരിക്കും വരിക? നമുക്ക് ഡെൻസിറ്റി ബേസ്ഡ് ട്രാഫിക് കൺട്രോൾ ഉണ്ട്, പിന്നെ എന്തായിരിക്കും ടൈമർ ബേസ്ഡ് ട്രാഫിക് കൺട്രോൾ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റും? ട്രാഫിക് സിസ്റ്റം ഈസ് ബോത്ത് ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. UPSC എക്സാംസിന് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫ്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റത്തെ ഇറ്റ് ഈസ് ഓർത്ത് വയ്ക്കുക ലീനിയർ ടൈം ഇൻവേരിയന്റ് LTI സിസ്റ്റം ആയിരിക്കണം. LTI സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് R ആണെങ്കിൽ ഔട്ട്പുട്ടിന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് C ആണ്. ഔട്ട്പുട്ട് C. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് നത്തിങ് ബട്ട് എ പെർഫോമൻസ് മെഷറിംഗ് പാരാമീറ്റർ. നമ്മൾ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് നത്തിങ് ബട്ട് എ പെർഫോമൻസ് മെഷറിംഗ് പാരാമീറ്റർ ഓഫ് ദി സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്ന പാരാമീറ്റർ നമ്മൾ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പെർഫോമൻസ് മെഷറിംഗ് പാരാമീറ്റർ ഓഫ് ദി സിസ്റ്റം കോൾഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പൊ എന്തായിരിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറയുന്നത്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറയുന്നത്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് മീൻസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് മീൻസ് C അല്ലെ? C. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് C ഡിവൈഡഡ് ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് R അല്ലെ? അതായത് നമുക്ക് പറയാൻ പറ്റും ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് C എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? C ഡിവൈഡഡ് ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം R മീൻസ് R പറയാൻ പറ്റും. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നെ നമുക്ക് വീണ്ടും എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു K into S plus Z1 into S plus Z2 plus etc. into etc. divided by S plus P1 into S plus P2 to etc. It is called where Z1, Z2 are called zeros, P1, P2 are called poles നമുക്ക് പറയാം. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താണ്, നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതായിരിക്കും ഒരു സിസ്റ്റത്തിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ട് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നുണ്ട്? എന്തുകൊണ്ട് നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ ഫോറിയർ സീരീസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്നില്ല? ആ ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അതായത് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. കാര്യം നമുക്ക് സീരീസ് ഫംഗ്ഷൻസ് ഉണ്ട്, സിസ്റ്റം ഫംഗ്ഷൻസ് ഉണ്ട്. സീരീസ് ഫംഗ്ഷൻസ് ഉണ്ട്, ട്രാൻസ്ഫോം ഫംഗ്ഷൻസ് ഉണ്ട്. സീരീസ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരൊക്കെയായിരിക്കും വരിക? ഫോറിയർ സീരീസ് ഉണ്ട്. പിന്നെ എന്തായിരിക്കും ഫംഗ്ഷൻസ് വരുമ്പോഴത്തേക്ക് ആരായിരിക്കും വരിക? ട്രാൻസ്ഫോർമേഷൻ വരുമ്പോഴത്തേക്ക് ആരായിരിക്കും വരിക? ഇസഡ് ട്രാൻസ്ഫോം വരുന്നുണ്ട് നമുക്ക്. പിന്നെ എന്തായിരിക്കും? ഫോറിയർ ട്രാൻസ്ഫോം വരുന്നുണ്ട്, ലാപ്ലാസ് ട്രാൻസ്ഫോം. ഈ സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? അത് സീരീസ് ആർ അപ്ലൈഡ് ടു എവിടെ ആയിരിക്കും വരിക? സിഗ്നൽസിലായിരിക്കും സീരീസ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. ട്രാൻസ്ഫോർമേഷൻ അനാലിസിസ് നമുക്ക് ആവശ്യമായിട്ട് എവിടെ ആയിരിക്കും വരിക? സിസ്റ്റത്തിലായിരിക്കും വരിക. അതാണ് നമ്മൾ കൺട്രോൾ സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും. കൺട്രോൾ സീരീസ് ആണെങ്കിൽ, കൺട്രോൾ സിഗ്നൽസ് ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും വരിക? നമ്മൾ ലാപ്ലാസ് സീരീസ് ആയിരിക്കും നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓർത്ത് വയ്ക്കുക, സിസ്റ്റത്തിന്റെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായിരിക്കും? ട്രാൻസ്ഫോം ഫംഗ്ഷൻസ് ആയിരിക്കും ഉപയോഗിക്കുക. സിഗ്നൽസിന്റെ അനാലിസിസ് വേണ്ടിയിട്ട് നമ്മൾ ഇതായിരിക്കും ഫോറിയർ സീരീസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതാണ് നമ്മൾ ഈ സിഗ്നൽസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫോറിയർ സീരീസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. കാര്യം അതിനവിടെ നമ്മൾ ട്രാൻസ്ഫോംസ് നമ്മൾ ഉപയോഗിക്കാറില്ല. ഇനി നമ്മൾ പറഞ്ഞു ഇസഡ് ട്രാൻസ്ഫോം ഉണ്ട്, ഫോറിയർ ട്രാൻസ്ഫോം ഉണ്ട്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും? എന്തുകൊണ്ട് ബാക്കി രണ്ടുപേരും നമ്മൾ കാണും? ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൺലി ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻസ് ആണ് ഇസഡ് ട്രാൻസ്ഫോം നമുക്ക് പറ്റുള്ളൂ. ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻസ് കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ടൈം അല്ലാതെ ഇതായിരിക്കും ഒരു ഡിസ്ക്രീറ്റ് ആയിട്ട് ടൈം നോക്കി 0 എന്ന് പറയുന്ന 1 എന്ന് പറയുന്ന ടൈമിൽ ഒരു വാല്യൂ ഉണ്ടാവും, 5 എന്ന് പറയുന്ന ഒരു സമയത്ത് ഒരു വാല്യൂ ഉണ്ടാവും. അങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ട് വരുന്ന സിഗ്നൽസിന് മാത്രമേ നമുക്ക് ഇസഡ് ട്രാൻസ്ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോറിയർ ട്രാൻസ്ഫോം എവിടെ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഫോറിയർ ട്രാൻസ്ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തായിരിക്കണം? ഡെർച്ചിലെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിസ്റ്റത്തിന് മാത്രമേ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഡെർച്ചിലെറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ സിസ്റ്റം ഷുഡ് ബി സ്റ്റേബിൾ ആയിരിക്കണം. അതായത് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്യണമെങ്കിൽ സിസ്റ്റം ഷുഡ് ബി സ്റ്റേബിൾ. അടുത്ത് നോക്കിയ പക്ഷേ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന കൺട്രോൾ സിസ്റ്റത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ ലൂപ്പ് സിസ്റ്റംസ് എന്തായിരിക്കും? ഓപ്പൺ ലൂപ്പ് സിസ്റ്റംസ് സ്റ്റേബിളും ക്ലോസ് ലൂപ്പ് സിസ്റ്റംസ് അൺസ്റ്റേബിളുമാണ്.
അപ്പൊ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഇവിടെ പഠിക്കേണ്ടി വരുന്നത് പറഞ്ഞാൽ സ്റ്റേബിൾ സിസ്റ്റത്തിനെ പറ്റി അനലൈസ് ചെയ്യേണ്ടി വരും, അൺസ്റ്റേബിൾ സിസ്റ്റത്തിനെ പറ്റി അനലൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോം ആയിരിക്കും ലാപ്ലാസ് ട്രാൻസ്ഫോം. ബിക്കോസ് അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും വരിക, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇൻപുട്ട് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് വേറൊരു ഫംഗ്ഷനെയും അതായത് വേറൊരു ട്രാൻസ്ഫോമും നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റാത്തത്. ബിക്കോസ് ഇൻ ലാപ്ലാസ് ഇൻ നമ്പർ കൺട്രോൾ സിസ്റ്റം വി ഹാവ് ടു സിസ്റ്റംസ്. ഇതായിരിക്കും വരിക, സ്റ്റേബിൾ സിസ്റ്റംസും ഉണ്ടാവും, അൺസ്റ്റേബിൾ സിസ്റ്റംസും ഉണ്ടാവും. അപ്പൊ അതിൽ രണ്ടിനും അനലൈസ് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം, നമുക്ക് വി നീഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ലാപ്ലാസ് ട്രാൻസ്ഫോം ഈസ് ആപ്ലിക്കബിൾ ടു ബോത്ത് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റംസ്. ബോത്ത് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റംസ്. അപ്പൊ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം നമ്മൾ പഠിച്ചു, എന്താണ് കൺട്രോളർ എപ്പോഴാണ് ആക്റ്റീവ് ആവുന്ന കാര്യം നമ്മൾ പറഞ്ഞു, എന്താണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പഠിച്ചു, അതിന്റെ അഡ്വാൻറ്റേജ് നോക്കി, ഡിസഡ്വാൻറ്റേജ് നോക്കി, എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നുള്ള കാര്യം നോക്കി. സാധാരണഗതിയിൽ നിങ്ങൾ ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു നമ്മളിപ്പോൾ ഈ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും വന്നിട്ടുണ്ട്. കാര്യം മെയിനായിട്ടും ചോദിക്കുന്നത് ആ കൺട്രോളറിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റെബിലിറ്റി, ആക്യുറസി അതൊക്കെ മാറ്റി തിരിച്ച് ചോദിക്കും. ഓക്കെ, സോ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക, നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.